ഈ വർഷക്കാലം എന്നെ ദൈവം പഠിപ്പിച്ച ഒരു പാഠമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. കുറിവാക്യങ്ങളെങ്കിലും സംഗതി മനസ്സിലാക്കാൻ വേണ്ടി 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ സമയം ലാഭിക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ വായിക്കാം. മിലാത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളെ അയച്ചു സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത് വളരെ താഴ്മയോടും കണ്ണുനീരോട് യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ചെയ്തുവെന്നും ദൈവത്തിങ്കിലേക്കുള്ള മനസ്സാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇനിയുള്ളതാണ് കുറിവാക്യങ്ങൾ. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുക ഒന്നും ഞാൻ അറിയുന്നില്ല. ആ വാചകമാണ് ഈ സന്ദേശത്തിലേക്ക് എന്നെ നയിച്ചത്. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ആമേൻ. ആ 20-ന്റെ 22 മുതൽ 24 വാക്യങ്ങളെ ഫോക്കസ് ചെയ്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അനിശ്ചിതത്വങ്ങളെ ജീവിതത്തിൽ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചുരുക്കമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ 3ാമത്തെ മിഷണറി യാത്രയുടെ അവസാനത്തെ ഘട്ടമാണ്. 18-ാം അധ്യായം മുതലാണ് തൻ്റെ 3ാമത്തെ മിഷണറി ആരംഭിക്കുന്നത്. ഏകദേശം 4 വർഷക്കാലത്തോളം നീണ്ടുനിന്ന തൻ്റെ മിഷണറി യാത്രകൾ ഏറ്റവും സുദീർഘമായ മിഷണറി യാത്രയായിരുന്നു 3ാമത്തെ മിഷണറി യാത്ര. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഏകദേശം 3 വർഷക്കാലത്തോളം താൻ എഫെസോസിൽ തന്നെ ശുശ്രൂഷിച്ചതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് താൻ അവിടെ വിട്ടു. എഫെസോസിൽ നിന്ന് വിട്ടിട്ട് താൻ മുമ്പോട്ട് പോയി പലയിടങ്ങളിൽ സഞ്ചരിച്ച ശേഷം മടങ്ങി വരികയാണ്. മടങ്ങി വന്ന് താൻ യെരൂശലേമിലേക്ക് പോകുന്ന വഴിക്ക് മിലത്തോസിലെത്തി. മിലത്തോസ് എന്ന് പറയുന്നത് ഒരു തുറമുഖ പട്ടണമാണ്. അവിടെ നിന്ന് താൻ കപ്പൽ കയറി വേണം പിന്നെ യെരൂശലേമിലേക്ക് പോകാൻ. അപ്പോൾ കപ്പൽ കയറുന്നതിന് മുമ്പ് താൻ മടക്ക യാത്രയിൽ എഫെസോസിൽ വന്നില്ല. എഫെസോസിലുണ്ടായ സ്ട്രഗിൾസൊക്കെ 18-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് താൻ എവിടേക്ക് പോകാതെ തുറമുഖ പട്ടണത്ത് വന്ന് കപ്പൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ എഫെസോസിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. 30 മൈൽ യാത്ര ചെയ്ത് എഫെസോസിലെ മൂപ്പന്മാരെല്ലാം തൻ്റെ അരികിൽ വന്നു കഴിഞ്ഞ ഉടനെ താൻ അവരോട് പറയുന്ന സാക്ഷ്യമാണ് നമ്മൾ വായിച്ചതായിട്ടുള്ള വേദഭാഗം. അവിടെ തൻ്റെ ആ സാക്ഷ്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. കാരണം എന്തെന്ന് ചോദിച്ചാൽ താൻ പറയുകയാണ്, ഇത്രയും നാൾ ഞാൻ ദൈവത്തിൻ്റെ ആലോചന കേട്ട് മുമ്പോട്ടിറങ്ങിയവനാണ്. ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഒരു പുതുമയല്ലായിരുന്നു. നമുക്കറിയാമല്ലോ, ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച് കർത്താവായ യേശുക്രിസ്തു തന്നെ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം തന്നെ തന്നോട് ആവശ്യപ്പെട്ട ദൈവശബ്ദം കേൾക്കാനാണ്. താൻ പകൽ സമയത്ത് സൂര്യൻ്റെ വെളിച്ചത്തെ വെല്ലുന്നതായിട്ടുള്ള ഒരു വെളിച്ചമടിച്ച് കുതിരയുടെ പുറത്തുനിന്ന് താഴെ വീണു കഴിഞ്ഞ് കർത്താവേ എന്താണിത് എന്ന് ചോദിച്ച ഉടനെ കേട്ട 1ാമത്തെ ശബ്ദം എന്താണെന്ന് അറിയാമോ? ഞാൻ ഒരുവനെ നിന്റെ അരികിൽ അയക്കും, അവൻ വന്ന് നീ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ ആദ്യമായിട്ട് ദൈവശബ്ദം നേരിട്ട് കേൾക്കാൻ പോവുക. അതിനുവേണ്ടി നീ കാത്തിരിക്കണം. ഇതാണ് പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം ദൈവശബ്ദം കേട്ടുകൊണ്ടാണ്. താൻ എനിക്കറിയാമല്ലോ, താൻ 3 ദിവസം കാത്തിരിക്കേണ്ടി വന്നു അനന്യാസ് വരാൻ വേണ്ടി. 3 ദിവസം കഴിഞ്ഞപ്പോൾ അനന്യാസ് വന്നു. തൻ്റെ കൂടെയുള്ള ദൂത് അറിയിച്ചു, തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൂത് അറിയിച്ചു. അവിടെ മുതൽ നമ്മൾ നോക്കുന്ന ഉടനെ തൻ്റെ യാത്രയിലുടനീളം ദൈവശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നാണ് നമുക്കറിയാം. അതുമാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു വരുമ്പോൾ കുറഞ്ഞ പക്ഷം 4 പ്രാവശ്യമെങ്കിലും നേരിട്ട് തന്നോട് ദൈവം സംസാരിച്ചതായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുണ്ട്. വാക്യങ്ങളൊന്നും കാണിക്കാൻ സമയമില്ല. 4 പ്രാവശ്യം കുറഞ്ഞ പക്ഷം ദൈവശബ്ദം സംസാരിച്ചു. ഇപ്പോൾ തൻ്റെ ശുശ്രൂഷയിൽ താൻ വളർന്നു, ശുശ്രൂഷ പൂർത്തീകരിച്ചു. താൻ ഒരു സീസൺഡ് മിനിസ്റ്ററാണ്, ഒരു സീനിയർ മിനിസ്റ്ററാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ സീനിയർ മിനിസ്റ്ററായി കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവശബ്ദം കേട്ട ദൈവത്തിൻ്റെ ദാസൻ ഇപ്പോൾ പറയുന്ന സാക്ഷ്യം എന്താണെന്നറിയാമോ? ഇപ്പം ഞാൻ ദൈവശബ്ദം കേൾക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ദൈവശബ്ദം കേൾക്കുന്നില്ല. താൻ പറയുകയാണ്, ഞാൻ മടങ്ങിപ്പോവുകയാണ്, ഞാൻ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് ഒരു പിടിയുമില്ല. ഇത്രയും വർഷങ്ങൾ ഞാൻ ദൈവശബ്ദം കേട്ട വ്യക്തിയാണ്. ഇത്രയും വർഷങ്ങൾ ഞാൻ ദൈവശബ്ദം കേട്ട് ശുശ്രൂഷിച്ച വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷത്തിൽ സ്വർഗം അടഞ്ഞിരിക്കുക. ദൈവശബ്ദം കേൾക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഒന്ന് ഓർത്തു നോക്കിയേ. ഇന്ന് പകൽക്കാലം ഹൃദയത്തിൻ്റെ ഭാഷ നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാനും നിങ്ങളും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട്.
ഇവിടെ അനേക ദൈവദാസന്മാരെ ഞാൻ കാണുന്നു, അനേക ദൈവദാസന്മാരുടെ പത്നിമാരിവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷകളിൽ അനേക തവണ ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ കടന്നു പോയിട്ടില്ലേ? പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉറക്കത്തിലും സ്വപ്നത്തിലും ഒക്കെ നമ്മളോട് സംസാരിച്ചിട്ടുള്ള ദൈവം ഏതെങ്കിലും ഒരു യോഗത്തിന്റെ മൂലയ്ക്ക് പോയിരുന്നാൽ ഒരു പ്രവാചകനെ ആ മൂലയിലേക്ക് അയച്ച് അവിടെ നിന്ന് നമ്മളെ കുത്തിപ്പൊക്കി നമ്മളോട് നേരിട്ട് ദൈവത്തിന്റെ ശബ്ദം സംസാരിച്ചിട്ടുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില നിർണായക ഘട്ടങ്ങളിൽ മൗനം പാലിക്കും. ആ മൗനം പാലിക്കുന്ന നിമിഷങ്ങളിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഞാൻ അതിനെ ഫേസ് ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടത്? അനിശ്ചിതത്വം വരാൻ പോകുന്നു എന്നാണ് തനിക്ക് മാത്രം ഒരു ഉത്ബോധമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ദൈവം എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു. ഞാൻ യഹൂദന്മാരുടെ മുമ്പിൽ സാക്ഷിയായി, ഞാൻ ജാതികളുടെ അനേക സഭകളെ സ്ഥാപിച്ചു, ഇതെല്ലാം ഞാൻ ചെയ്തു. എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ഞാനൊരു അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിലാണെന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എന്താണ്? ആ 20-ാം വാക്യം ഒന്നുകൂടെ നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 20-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് വന്നു. പലരും തന്നോട് പറയുകയാണ്, നീ യെരൂശലേമിലേക്ക് പോകണ്ട, അവിടെ ചെല്ലുമ്പോൾ എന്താ നിനക്ക് കാത്തിരിക്കുന്നത് നിനക്ക് അറിയാൻ വയ്യെങ്കിൽ നീ പോകണ്ട. എസ്കേപ്പ് ഫ്രം ദിസ് സീസൺ എന്നാണ് തനിക്ക് മറ്റു മനുഷ്യരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആഹ്വാനം, മറ്റു മനുഷ്യരിൽ കിട്ടുന്ന ആലോചന അതാണ്. പക്ഷെ താൻ പറയുകയാണ്, ഐ കനോട്ട് എസ്കേപ്പ് ഫ്രം ദിസ് സീസൺ ബിക്കോസ് ദിസ് ഈസ് എ സീസൺ ദാറ്റ് ഈസ് ഓർഡൈൻഡ് ഫോർ മീ ബൈ മൈ ലോർഡ്. എനിക്ക് വേണ്ടി എന്റെ ദൈവം സൃഷ്ടിച്ചാക്കിയ ഒരു പ്രത്യേക സീസണിലൂടെ ഞാൻ കടക്കാൻ പോവുക. ആ സീസൺ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സീസൺ എത്രമാത്രം തീവ്രമായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സീസണിൽ എന്തെല്ലാം ബദ്ധപ്പാടുകളിലൂടെ ഞാൻ പോകേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ ഒരു സീസൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ഞാൻ പ്രതീക്ഷിക്കാൻ, ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സീസൺ എന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നു. ആ സീസണിൽ എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ ഒക്കുന്നില്ല. ആ സീസണിൽ എനിക്ക് പ്രവാചക ശബ്ദം കേൾക്കാൻ ഒക്കുന്നില്ല. എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞ നാളുകളിൽ പൗലോസിനോട് സംസാരിച്ചതാ. പക്ഷെ ഈ സമയത്ത് ഒരു പ്രവാചകൻ ദൈവം അയക്കുന്നില്ല. എങ്ങനെ ആ സീസണെ നമുക്ക് അതിജീവിക്കാൻ തക്കവണ്ണം കഴിയും? പൗലോസ് പറയാണ്, ഐ കനോട്ട് എസ്കേപ്പ് ഫ്രം ദിസ് സീസൺ, ഐ ആം ബൗണ്ട് ഇൻ മൈ സ്പിരിറ്റ്. എന്റെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നീ എന്തിനകത്തോടെല്ലാം കടന്നു പോകേണ്ടി വന്നാലും നീ പോകും മുമ്പോട്ട്. നീ യെരൂശലേമിലേക്ക് തന്നെ പോകൂ. അവിടെ നിന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയത്തില്ലെങ്കിലും നിന്റെ ജീവിതത്തെ ഇതുവരെ നയിച്ച ദൈവത്തിന് അറിയാം. അവിടെ എന്തൊക്കെ പ്രതിസന്ധികളാണ് നിന്റെ മുമ്പിൽ അണിനിരക്കാൻ പോകുന്നത് നിനക്കറിയത്തില്ലെങ്കിലും ഇതുകൂടെ നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവത്തിന് അറിയാം. നിന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാല സീസണുകളിലൊക്കെയും നിന്നെ നിലനിർത്തിയ ദൈവം ഈ സീസണിൽ നിന്നെ നിലനിർത്തും. അതുകൊണ്ട് നീ പോകൂ. പൗലോസ് പറയും, എല്ലാവരും വന്നു പൗലോസിനെ കെട്ടിപ്പിടിക്കുന്നു. താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. ആളുകൾ കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. പൗലോസ് പറയാണ്, നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കല്ല, ഇങ്ങനെ കണ്ണുനീര് കൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കല്ല. കാരണം എനിക്ക് ഈ സീസണിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ സാധ്യമല്ല. എനിക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു സീസണായത്. നമ്മുടെ ജീവിതത്തിന്റെ പല സീസണിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, അതിന്റെ തീവ്രത മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അവരതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ചെന്ന് വരും. അവർ പറഞ്ഞെന്ന് വരും, അവനെ ദൈവം ശിക്ഷിക്കുകയാണെന്ന് പറഞ്ഞെന്ന് വരും. അവനെ ദൈവം ഇല്ലാതാക്കാൻ പോകണമെന്ന് പറഞ്ഞു വരും. അവൻ ഇതോടെ തീരുമെന്ന് പറഞ്ഞെന്ന് വരും. ഇതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ഇന്നായിരിക്കുന്ന സീസൺ ദൈവം അറിയാതെ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ട് പകൽക്കാലം വിശ്വസിക്കാമോ? ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അനുസകല അനിശ്ചിതത്വങ്ങളെയും നിത്യനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് പകൽക്കാലം ഹൃദയം തുറന്ന് പറയാമോ, കർത്താവേ, എനിക്കറിഞ്ഞുകൂടാ, നാളെ എന്താണ് വരാൻ പോകുന്നത് എനിക്കറിഞ്ഞുകൂടാ, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ, അത് ഞാൻ സമ്പൂർണ്ണമായിട്ട് നിന്നെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ ഗുണം കഴിയുമോ? ദൈവദാസന്മാരെ, ദൈവമക്കളെ, എന്നെ ബലപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് വളരെ വേഗത്തിലിരിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ, പൗലോസിന് ഈ അനിശ്ചിതത്വ നടുവിൽ ചില തീരുമാനങ്ങൾ താൻ എടുത്തു 4 തീരുമാനങ്ങൾ ആ വാക്യങ്ങളിലുണ്ട്. അത് ഞാൻ വളരെ വേഗത്തിൽ കാണിക്കാം. ഒന്ന്, താൻ പറയുന്നു, എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ എൻ്റെ മനസ്സിനെ ഉറപ്പിക്കുകയാണ്. ഇതിലൂടെ കടന്നു പോകാൻ തന്നെ ഞാൻ എൻ്റെ മനസ്സിനെ ഉറപ്പിക്കുക. ഇതിനകത്തൊന്നും രക്ഷപ്പെടാൻ ഞാൻ ശ്രമിക്കാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു ഫ്രേസ് എന്നെ വളരെ ചലിപ്പിച്ചു. മലയാളത്തിൽ അത് അത്രയും ശക്തമല്ല, ഇംഗ്ലീഷ് വായിക്കുമ്പോഴാണ് ഒന്നുകൂടെ ശക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പൗലോസ് പറയണം, ബട്ട് നൺ ഓഫ് ദീസ് തിങ്സ് മൂവ് മീ.
ഇതൊന്നും എന്നെ ചലിപ്പിക്കത്തില്ല. ഇതൊന്നും എൻ്റെ തീരുമാനത്തെ എന്നെ ആണുവിട ചലിപ്പിക്കത്തില്ല. എന്താണ് വരാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ വരാൻ പോകുന്നു എന്ന് എല്ലാവരും എന്നോട് പറയുന്നു. എന്തോ വരാൻ പോകുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു പറയുന്നു. പക്ഷെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സുറപ്പിച്ചു കഴിഞ്ഞു. ഇതെന്നെ ചലിപ്പിക്കത്തില്ല. ഇതെൻ്റെ വിളിയിൽ നിന്ന് എന്നെ മാറ്റത്തില്ല. ദൈവദാസന്മാരെ, ഇന്ന് പോൽക്കാലം എനിക്ക് തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഒക്കുമോ? ഒരു കൂട്ട സഹപാഠം എന്നുള്ളത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒക്കുമോ? നിങ്ങളും ഞാനും എത്രയോ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആമേൻ. എല്ലാം തീരുമെന്ന് അനേകർ വിധി എഴുതിയ അനേകം നാളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ആമേൻ, ഹല്ലേലൂയ. ആ നാളുകളെ മുമ്പിൽ കാണുമ്പോൾ ആ നാളുകളിൽ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. അതിന്റെ നടുക്ക് പെട്ടിട്ടല്ല തീരുമാനം എടുക്കേണ്ടത്. ആമേൻ. അത് വരുന്നു എന്നറിയുമ്പോൾ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കണം. I have made up my mind. എന്നിട്ട് പൗലോസ് പറയുന്ന ഒന്നാമത്തെ തീരുമാനം എന്താ അറിയാമോ? None of these things will move me. ഇതൊന്നും എന്നെ ചലിപ്പിക്കത്തില്ല. രണ്ടാമതവൻ പറയുകയാണ്, ഞാൻ സന്തോഷത്തോടുകൂടെ എൻ്റെ ഈ ഓട്ടം തേക്കും. മലയാളത്തിൽ വേറെ ഭാഷ എഴുതിയേക്കുന്നല്ലേ? എന്താ, ഞാൻ ആ മലയാളത്തിൽ വായിച്ചിട്ട് ഞാൻ ഇംഗ്ലീഷിൽ കൂടെ ചേർത്ത് പറഞ്ഞ് വളരെ വേഗത്തിൽ ഇരിക്കാം. മലയാളത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? എങ്കിലും എൻ്റെ 24-ാം വാക്യം, എങ്കിലും എൻ്റെ പ്രാണനെ വിലയേറിയത് ഞാൻ കാണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് വേണ്ടിയും കർത്താവ് യേശു തന്ന ശുശ്രൂഷൻ തേക്കണമെന്നുള്ളൂ. മലയാളം ഭാഷയ്ക്ക് ചില വാക്യങ്ങൾ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കും. അതുകൊണ്ട് അത് മുറിച്ചൊന്ന് ചിന്തിക്കാൻ എങ്കിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് പിടികിട്ടത്തുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ അത് കുറച്ചുകൂടെ ബ്രേക്ക് ചെയ്താണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്നാമത് പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ വില അത് ഞാൻ അവിടെ ഞാൻ ഒടുവരാം. അത് ഇംഗ്ലീഷിൽ ഒടുവിലാണ്. ആ ഓട്ടല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ താൻ പറയുകയാണ്, എനിക്ക് ഉറപ്പാണ് ഞാനൊരു പുതിയ സീസണിൽ കിടക്കുകയാണ്. പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഐ ഹാവ് മെയ്ഡ് അപ്പ് മൈ മൈൻഡ്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനകത്തൊന്ന് എൻ്റെ ഓട്ടത്തിൽ ഞാൻ പുറകോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മേലുള്ള ദൈവത്തിന് വെളിയിൽ നിന്ന് ഒരു അണുവിട പോലും ഞാൻ പുറകോട്ട് മാറത്തില്ല. എന്തെല്ലാം വില കൊടുക്കേണ്ടി വന്നാലും, എത്രമാത്രം വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ മുമ്പോട്ട് തന്നെ പോകും. രണ്ടാമത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഐ വിൽ ഫിനിഷ് മൈ റേസ് വിത്ത് ജോയ്. സന്തോഷത്തോടുകൂടെ ഞാൻ എൻ്റെ ഓട്ടം ഓടിത്തയക്കും. അത് നമ്മളെ ഒന്ന് തലചൊറിയിപ്പിക്കുന്നൊരു വിഷയം അല്ലേ? കാരണം ഈ മനുഷ്യൻ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലെ താൻ കടന്നുപോയ കഷ്ടങ്ങളുടെ വലിയൊരു നീണ്ട പട്ടിക നമുക്ക് വരുന്നുണ്ടല്ലോ. ഇത്രയും കഷ്ടങ്ങളിലൂടെ പോയ ഈ ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, ഞാൻ സന്തോഷത്തോടുകൂടെ എൻ്റെ ഓട്ടം ഓടിത്തയക്കാൻ പോകുന്നെന്ന്. അപ്പോൾ അനിശ്ചിതത്വങ്ങളുടെ തടുവിൽ സന്തോഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ദൈവദാസൻ, ഞാൻ ഹൃദയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, ഉണർവ് പ്രസംഗമല്ല പറയുന്നത്, ഹൃദയത്തിൽ ചില കാര്യങ്ങൾ പറയാം. അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുമോ ദൈവസന്നിധിയിൽ? പലപ്പോഴും നമ്മുടെ വായിൽ വരുന്നത് എന്തോ പരാതിയാ അല്ലേ? പക്ഷെ പൗലോസിന്റെ വായിൽ വന്ന പരാതിയല്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സീസണിലൂടെ ഞാൻ കടന്നുപോയി. 2013 എൻ്റെ മനുഷ്യ തീർന്നെന്നും ഞാൻ അതുവരെ അധ്വാനിച്ചെല്ലാം ഇല്ലാതായി പോകുന്നൊക്കെ ലോകം മുഴുവൻ വിധി എഴുതിയൊരു കാലഘട്ടമുണ്ട്. അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ചുരുക്കം ചിലരുണ്ട്. അവരൊക്കെ ഞാൻ നീയോടെ ഇന്ന് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരോടൊക്കെ ഇന്നും ആത്മാർത്ഥത പുലർത്തുന്നത്. ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു കാര്യം സംഭവിക്കുമായിരുന്നു. എൻ്റെ ഭാര്യ ആദ്യം പ്രാർത്ഥിക്കും. അവൾക്ക് ഓഫുള്ള ദിവസങ്ങളിൽ അവൾ ആദ്യം പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് അവൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വലിയൊരു ലിസ്റ്റ് തയ്യാറാക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യം തെറ്റായിട്ട് പോവാം, റോങ്ങായിട്ട് പോവാം. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തകരാൻ പോകുന്നു വക്കത്ത് വന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ ഈ ലിസ്റ്റെല്ലാം മനസ്സിൽ തയ്യാറാക്കിയിട്ട് ഞാൻ ദൈവത്തോട് ചോദിക്കാൻ റെഡിയായിട്ടിരിക്കുക. എന്തുകൊണ്ട് ദൈവമേ ഇതിങ്ങനെ നടക്കുന്നു, എന്തുകൊണ്ട് ദൈവമേ ഇതിങ്ങനെ നടക്കുന്നു, എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? പരാതികൾ ഇങ്ങനെ മനസ്സ് നിറച്ച് വെച്ചിരിക്കുക. പക്ഷെ എൻ്റെ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, ഈ ഒറ്റ പരാതിയും പറയാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. എൻ്റെ വായിൽ നിന്ന് ഒരൊറ്റ പരാതി വരത്തില്ല. പ്രാർത്ഥിക്കാൻ ഞാൻ അങ്ങോട്ട് വാ പൊളിച്ചവിടെ വരുന്നുണ്ട്, താങ്ക് യു ജീസസ്. ഇതാ എൻ്റെ വായിൽ നിന്ന് വരുന്നേ. ഉടനെ എൻ്റെ ബുദ്ധി എന്നോട് ചോദിക്കടാ പൊട്ടാ, നീ എന്തിനായി താങ്ക് യു പറയുന്നേ? നിന്റെ ജീവിതത്തിലെല്ലാം നെഗറ്റീവായിട്ട് പോകുമ്പം, നിന്റെ ജീവിതത്തിലെല്ലാം തകർച്ച തോന്നുമ്പോൾ നീ എന്തിനായി താങ്ക് യു പറയുന്നേ? നന്മ കിട്ടുമ്പോഴല്ലേ താങ്ക് യു പറയേണ്ടത്. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒന്നും നന്മയായിട്ടല്ലല്ലോ പോകുന്നത്. നീ പിന്നെ എന്തിനാ താങ്ക് യു പറയുന്നത്? പക്ഷെ എനിക്ക് എൻ്റെ ഭാഷ തിരുത്താൻ ഒക്കുന്നില്ല. പരിശുദ്ധാത്മാവ് അങ്ങ് ടേക്ക് ഓവർ ചെയ്യും. എൻ്റെ നാക്ക് എടുത്തുണ്ടല്ലോ. കർത്താവ് എന്തി പ്രവർത്തിക്കാൻ പോകുന്നുണ്ട്, സ്തോത്രം. കർത്താവ് ഈ സംഗതികളെല്ലാം മാറാൻ പോകുന്നുണ്ട്, സ്തോത്രം. ഈ എൻ്റെ ജീവിതത്തിന്റെ അധ്യായം മാറാൻ പോകുന്നുണ്ട്, സ്തോത്രം. നന്മകൾ വരാൻ പോകുന്നുണ്ട്, സ്തോത്രം. നീ എനിക്ക് നന്മകൾക്കായിട്ട് സ്തോത്രം. സകലതും പോസിറ്റീവായിട്ടല്ലാതെ ഒരൊറ്റ വാക്ക് നെഗറ്റീവായിട്ട് എൻ്റെ വായിന്ന് വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ലായിരുന്നു. അതുകൊണ്ടുണ്ടായ ഗുണം ഞാൻ പറയാം. ഒറ്റ വർഷം കൊണ്ട് സകല നെഗറ്റീവും പോസിറ്റീവായിട്ട് മാറി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. സകല നെഗറ്റീവും പോസിറ്റീവായിട്ട് മാറി. ആമേൻ. ഹല്ലേലൂയ. എനിക്കെതിരായി വാത് കെട്ടിയവർ മുഴുവൻ ലജ്ജിച്ചു പോകത്തക്ക രീതിയിൽ ആമേൻ ഒരു ശത്രുക്കൾ കാണെ നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ദൈവം, അവരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, അവരുടെ മുമ്പിൽ നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്ന ദൈവം ആരാണെന്ന് ജീവിതം കണ്ട് മനസ്സിലാക്കാൻ തക്കോണം എന്നെ കൊണ്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നമ്മുടെ മനസ്സ് നമ്മൾ ഉറപ്പിക്കണം. പൗലോസ് പറയുകയാണ്, ഐ വിൽ ഫിനിഷ് മൈ റേസ് വിത്ത് ജോയ്. ആമേൻ. എൻ്റെ ജീവിതത്തിൽ ദുഃഖം വന്നാലും ഞാൻ സന്തോഷത്തോടെ ഓട്ടം ഓടി തികയ്ക്കും. രോഗിയായാലും എൻ്റെ സന്തോഷത്തോടുകൂടെ ഞാൻ ഓട്ടം ഓടി തികയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി വന്നാലും സന്തോഷത്തോടുകൂടെ ഞാൻ ഓട്ടം ഓടി തികയ്ക്കും. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാചകമാണ്. ഐ മേ ഫിനിഷ് മൈ റേസ് with joy and the ministry which I have received from the Lord Jesus. പൗലോസ് പറയാണ്, ഈ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ അൺഫോൾഡ് ചെയ്ത് വരാൻ പോകുന്ന, തുറന്നു വരാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെന്തായാലും ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ദൈവം എനിക്ക് തന്ന ശുശ്രൂഷ തീരാതെ എനിക്കൊന്നും വരാൻ പോകുന്നില്ല. ഹല്ലേലൂയ. എന്തായാലും ശത്രു എന്നെ അഴിച്ചു വിട്ടാലും പ്രൈസ് ദി ലോർഡ്, എൻ്റെ ദൈവം എനിക്ക് തന്ന ശുശ്രൂഷ തീരാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ആ ഉറപ്പോടുകൂടിയാണ് താൻ യെരൂശലേമിലേക്ക് പോയത്. ഒരു മിനിറ്റ് കൂടെ തിരിച്ചു നിർത്താം. ആ യെരൂശലേമിൽ ചെന്നോടെ നമുക്കറിയാം ശത്രു പ്രവർത്തിക്കാൻ തുടങ്ങി. നമുക്കറിയാം അവിടെ ചെന്നോടെ മുഖാന്തരമായി തന്ന യെരൂശലേം സഭയുള്ളവർ തന്നെയാണ്. അതൊക്കെ ഞാൻ അടുത്ത ആഴ്ച നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്ന എൻ്റെ പുസ്തകത്തിലെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ സമയം കിട്ടി വായിച്ചു നോക്കിയാൽ മതി. അപ്പോസ്തല പ്രവൃത്തികളിൽ ചെറിയ പുസ്തകം ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അവിടെ അതിനകത്തെല്ലാം വിശദമായിട്ടുണ്ട്. ഇവിടെ എൻ്റെ സമയം തീരുന്നു. പക്ഷെ അവിടെ താൻ ചെന്നപ്പോൾ യെരൂശലേമിലെ സഭക്കാരെയാണ് സാത്താൻ ഉപയോഗിച്ചത്. യെരൂശലേമിലെ സഭയിലുള്ളവരെയാണ് സാത്താൻ ഉപയോഗിച്ചത്. പൗലോസ് അനിശ്ചിതത്വമായിട്ട് കണ്ട തൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത കാലഘട്ടം ഓപ്പൺ ചെയ്യാൻ വേണ്ടി, അടുത്ത സീസൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി, ആ സീസണിലെ തന്നെ കടക്കിടാൻ വേണ്ടി ഉപയോഗിച്ചത് യെരൂശലേമിലെ സഭയിലുള്ളവരെയാ. ആ സഭക്കാരുടെ ഉപദേശം അനുസരിച്ചാണ് പൗലോസ് യെരൂശലേം ദേവാലയത്തിൽ ചെന്നു. നമുക്കറിയാമല്ലോ, ഒരു പ്രതിഷ്ഠ എടുത്തു. ആ പ്രതിഷ്ഠയുടെ പേരിൽ താൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ, അവിടെ ദേവാലയത്തിൻ്റെ പട്ടാളക്കാർ, ചേവകന്മാർ തന്നെ ഒന്ന് പിടികൂടി താൻ അവസാനം റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. എന്തായിരുന്നു സംഭവിച്ചെന്നറിയാമോ? ഈ അനിശ്ചിതത്വത്തിൻ്റെ കാലം എന്തിനായിരുന്നു അറിയാമോ? തൻ്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടെ തീരാനുണ്ടായിരുന്നു. അനന്യാസ് വന്ന് ദമസ്കോസ് വെച്ച് തന്നെ കണ്ടപ്പോൾ 3 ഭാഗമാണ് തൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുത്തത്. 1, താൻ യഹൂദന്മാരുടെ മുമ്പ് സാക്ഷിയായി നിൽക്കും. 2, താൻ ജാതികളുടെ മുമ്പിൽ സാക്ഷിയായിട്ട് നിൽക്കും. 3, രാജാക്കന്മാരുടെ മുമ്പിൽ സാക്ഷിയായിട്ട് നിൽക്കും. 2 ഭാഗമേ കഴിഞ്ഞുള്ളായിരുന്നു. 3-ാമത്തെ ഭാഗം ഇതുവരെ തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ ആ 3-ാമത്തെ ഭാഗം തുടങ്ങണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ അനിശ്ചിതത്വത്തിൻ്റെ കാലഘട്ടത്തിലൂടെ പോയെങ്കിലേ പറ്റത്തുള്ളായിരുന്നു. കാരണം എന്താ അറിയാമോ? കരുക്കൾ നീക്കുന്നവൻ ദൈവമാ. അവനറിയാം എങ്ങനെയാണ് കരുക്കളെ നീക്കേണ്ടതെന്ന്. പൗലോസ് ഇവിടുന്ന് കൊണ്ടുപോയി രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് ദൈവത്തിന് അറിയാം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഇവരെ ഉപയോഗിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ 3-ാമത്തെ ഘട്ടം അടുത്ത അധ്യായങ്ങളിൽ നമ്മൾ വരുന്ന കാണുന്നു. ഒടുവിലായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ അവസാനിക്കുമ്പോൾ തൻ്റെ ആ ശുശ്രൂഷയുടെ 3 ഭാഗവും തീർന്നു എന്നുള്ള സന്തോഷത്തോടുകൂടെ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് വരുവാൻ തക്കോണം തന്നെ കൊണ്ട് കഴിയുന്നു. അതുകൊണ്ടാണ് താൻ ഒടുവിൽ പറഞ്ഞത്, ഞാൻ നല്ല പൊരുതു, ഞാൻ ഓട്ടം തികച്ചു. 20-ാം അധ്യായത്തിൽ താൻ പറഞ്ഞു, ഐ മേ ഫിനിഷ് മൈ റേസ് വിത്ത് ജോയ്. എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹമാണ് ഈ ഓട്ടം സന്തോഷത്തോട് ഓടി തയ്ക്കണമെന്ന്. എന്നാൽ തിമോത്തിയോസിന് എഴുതിയപ്പോൾ താൻ പറഞ്ഞു, ഐ ഹാവ് കെപ്റ്റ് ദ ഫേസ് ആൻഡ് ഐ ഹാവ് റൺ ദ റേസ്. ഞാൻ എൻ്റെ ഓട്ടം ഓടി തികച്ചു എന്നുള്ള പൂർണ്ണ ബോധ്യതയോടുകൂടെ എനിക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം കഴിയും. ഇന്ന് ജീവിതത്തിൽ അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ സീസണെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവനറിയാതെ അല്ല ഈ സീസൺ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. അവനറിയാതെ അല്ല ഈ സീസൺ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ രംഗങ്ങളിലേക്ക് നിങ്ങളെ കടത്തിവിടാൻ വേണ്ടിയാണ് ഈ സീസൺ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നാലെ വരുന്നത് എന്താണെന്ന് നിങ്ങൾ വരും ദിവസങ്ങളിൽ കാണും. ആമേൻ.